ഫോർമുല 1 റേസിംഗിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ F1 ആഗോള മാർക്കറ്റിൽ റെക്കോർഡ് നേട്ടമാണ് സ്വന്തമാക്കിയത്. മികച്ച കളക്ഷൻ നേടിയതിനു പിന്നാലെ ചിത്രം OTT-യിലേക്ക് എത്തുകയാണ്. ഡ്രോൺ, ടോപ്പ് ഗൺ മേവറിക് തുടങ്ങിയ ഹിറ്റ് ഹോളിവുഡ് സിനിമകൾ സംവിധാനം ചെയ്ത ജോസഫ് കോസിൻസ്കിയുടെ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു F1. ഫോർമുല 1 റേസിംഗിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ സിനിമയിൽ ബ്രാഡ് പിറ്റാണ് നായകനായി എത്തിയത്. ആഗോള മാർക്കറ്റിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ സിനിമ ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഓഗസ്റ്റ് 22 മുതൽ ആപ്പിൾ ടിവിയിലൂടെ സിനിമ സ്ട്രീം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തിയേറ്ററിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുപോലെ OTT-യിലും സിനിമയ്ക്ക് തിളങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. $575.6 മില്യൺ സിനിമ ആഗോള മാർക്കറ്റിൽ നിന്നും നേടിയിരിക്കുന്നത്. ഇതിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നുള്ള $396.1 മില്യൺ, നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള $179.5 മില്യൺ ഉൾപ്പെടും. ഇന്ത്യയിലും ഗംഭീര പ്രകടനമാണ് സിനിമ കാഴ്ചവെച്ചത്. 100 കോടിക്ക് മുകളിൽ ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയിരുന്നു. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്നടക്കം ലഭിച്ചത്. ഇതോടെ കോവിഡിന് ശേഷം ഒരു ഒറിജിനൽ സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കളക്ഷൻ ചിത്രമായി F1 മാറി. ക്രിസ്റ്റഫർ നോളൻ ചിത്രം ഓപ്പൺഹൈമറാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ചിത്രത്തിലെ ബ്രാഡ് പിറ്റിന്റെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ഡാംസൺ ഇഡ്രീസ്, കെറി കോണ്ടൻ, തോബിയാസ് മെൻസിസ്, ജാവിർ ബാഡം എന്നിവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. വാർണർ ബ്രദേഴ്സ് പിക്ചേഴ്സാണ് സിനിമ തിയേറ്ററുകളിൽ എത്തിച്ചത്. ഈ വർഷം ഒരു ഹോളിവുഡ് സിനിമ ഇന്ത്യയിൽ നിന്ന് നേടിയ രണ്ടാമത്തെ ഉയർന്ന കളക്ഷനാണ് F1-ന്റേത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.